Hi students, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡയറക്റ്റിംഗ് എന്ന മൊഡ്യൂളാണ് നമ്മുടെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് സ്റ്റാഫിംഗ് സെക്കൻഡ് വൺ ഡയറക്റ്റിംഗ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി ഡയറക്റ്റിങ്ങിൽ തന്നെ വാട്ട് ഇസ് ദ ടെക്നിക്സ് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ ഡയറക്റ്റിംഗ് പ്രൊസീജിയേഴ്സിന് തന്നെ നമ്മൾ എന്തെല്ലാം ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്തെല്ലാം മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മളൊരു കാര്യം നമ്മുടെ സബോർഡിനേറ്റ്സിലേക്ക് എത്തിക്കുക, അവരെ ഡയറക്റ്റ് ചെയ്ത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിപ്പിക്കുക. അതിനെയാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. നമുക്കറിയാം ടോപ്പ് മാനേജ്മെൻറ്റ് എപ്പോഴും ചെയ്യേണ്ട ഒരു മേജർ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. അപ്പോൾ ഡയറക്റ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് എ ഓർഡർ ഓർ ഇൻസ്ട്രക്ഷൻ ടു സബോർഡിനേറ്റ് സ്റ്റാഫ് ടു പെർഫോം എ വർക്ക് ആൻഡ് നോട്ട് ടു പെർഫോം ഇൻ എ സ്പെസിഫിക് വേ. നമ്മൾ പെർഫോം ചെയ്യണം എന്നൊരു ഓർഡർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ നോർമലി. അപ്പോൾ അവരെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പല പല ടെക്നിക്സുകളാണ് ദ ഡെലിഗേഷൻ, ദെൻ സൂപ്പർവിഷൻ, ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എക്സെട്ര. സോ ദ മെയിൻ ടെക്നിക്സ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന 3 എണ്ണം മാത്രമാണ്. ദാറ്റ് ഈസ് ദ ഡെലിഗേഷൻ, ദെൻ സൂപ്പർവിഷൻ ആൻഡ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് മെൻ ബൈ ഡെലിഗേഷൻ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, ഡെലിഗേഷൻ അങ്ങനെയുള്ള വാക്കുകളെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആകെ അതോറിറ്റി മാത്രമാണ്. വി ക്യാൻ ഓൺലി ഡെലിഗേറ്റ് ദ അതോറിറ്റി, നോട്ട് ദ റെസ്പോൺസിബിലിറ്റി എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഡെലിഗേഷൻ മീൻസ് വി ആർ ഓർ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെസ്റ്റ് വേ ആണ് നമ്മൾ ഡെലിഗേഷൻ എന്ന മെത്തേഡ്. ഇൻ വിച്ച് ദ സബോർഡിനേറ്റ്സ് വിൽ ബി അസൈൻ വിത്ത് സം ഓഫ് ദ ടാസ്ക് ആൻഡ് ഗിവൺ പവേഴ്സ് ടു റിക്രൂട്ട് ദം. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിച്ച് അവരെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഡെലിഗേഷൻ എന്ന് പറയുക. സോ ഇൻ ഡെലിഗേഷൻ എ സുപ്പീരിയർ അസൈൻ some of his work to the subordinates and give them rights or powers. നമ്മളുടെ വർക്കിലെ ഒരു ഭാഗം അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഒരു മാനേജറിന് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അസോസിയേറ്റ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ what he will do, he will allot a portion of his work to that person. ആ ഒരാളിലേക്ക് നമ്മൾ ആ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കും. സോ he will carry out the work. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ഷെയറിങ് അതോറിറ്റി. രണ്ടാൾക്കാർ ഒരു അതോറിറ്റി ഷെയർ ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഡെലിഗേഷനിൽ കാണുന്നത്. ആൻഡ് വിത്ത് ദ സബോർഡിനേറ്റ് ആൻഡ് പ്രൊവൈഡിങ് ദം വിത്ത് എൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ ഒരു മാനേജർ ചെയ്തിരുന്ന വർക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു, ഹൗ ടു ഡു അവർ വർക്ക്. സോ ദേ ലേൺ ഹൗ ടു ഡു ഓർ ഹൗ ടു ബിക്കം എ മാനേജർ. മാനേജർ എങ്ങനെ ആവണം എന്നത് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേ ആണ് ആക്ച്വലി ദിസ് what delegation. So delegation as a means of directing may bring about some problems. പക്ഷേ നമ്മൾ ഇത്രത്തോളം ഡെലിഗേഷൻ നല്ലതാണ് എന്ന് വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നെങ്കിലും ഇറ്റ് ഓൾസോ ക്രിയേറ്റ് സം ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ദ ഓർഗനൈസേഷൻ. വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ്? ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു സ്പെൽ ഔട്ട് എക്സാക്ട് task and assignments of the subordinate. There may be some overlapping and uncertainty in job description. നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജറും മാനേജേഴ്സും അവരെ തന്നെ നോക്കുകയാണെങ്കിൽ മാനേജേഴ്സാണ് മെയിൻ വൺ ആൻഡ് ദ അസിസ്റ്റൻറ്റ് മാനേജർ വിൽ ബി അസിസ്റ്റിംഗ് ദ മാനേജർ ഫോർ സം ഓഫ് ദ വർക്ക്സ്. പക്ഷേ ചില സമയത്ത് നമ്മൾ അവർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത്, നമ്മൾ മാനേജറാണ്, നമ്മളുടെ അസിസ്റ്റൻറ്റ് മാനേജേഴ്സും നമ്മൾ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കായിരിക്കും. സോ ദേ തിങ്ക് ദാറ്റ് ദേ ക്യാൻ ടേക്ക് ദ ഡിസിഷൻസ് അല്ലേ. സോ ദേ വിൽ ടേക്ക് ദ ഡിസിഷൻ. സംടൈംസ് ദാറ്റ് മേ ബി റോങ്. ചിലപ്പോൾ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഡ്യൂട്ടി അവർ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ് മേ ക്രിയേറ്റ് സം പ്രോബ്ലം ഓ ഇറ്റ് വിൽ ബി റോങ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദർ വിൽ ബി അതേപോലെ തന്നെ ഓവർലാപ്പിംഗ് ഓഫ് വർക്ക് വരും. ഇപ്പം മാനേജറാണോ ആ ഒരു കാര്യം ചെയ്യേണ്ടത്, അതോ അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു ആ കാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ വരും. അതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ സബോർഡിനേറ്റ് ഷുഡ് ലേൺ ടു അഡ്ജസ്റ്റ് ദം ഇൻ സച്ച് സിറ്റുവേഷൻ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സബോർഡിനേറ്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മാനേജറിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ട ആരാണ്? ദ സബോർഡിനേറ്റ്സ് ആയിരിക്കും. സോ ദ നെക്സ്റ്റ് പ്രോബ്ലം ഫേസ്ഡ് ഇൻ a directing is there may be some contradiction in assignment of task and delegation of authority. അതോറിറ്റി ഡെലിഗേഷനിൽ ചില കോൺട്രഡിക്ടറീസ് ഉണ്ടാകും. ആർക്കാണ് ഇതിന് അതോറിറ്റി, ആരാണ് ഇതിന് റെസ്പോൺസിബിൾ, ഇതിൽ ചിലപ്പോൾ ഡൗട്ട്സുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
The third one is the subordinates may sometimes act beyond the assigned authority, taking it as an implied from the superiors. ചിലപ്പോൾ നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ള മാനേജർ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് വർക്കുകളുണ്ടാവും. ബട്ട് ഐ തിങ്ക് ദാറ്റ് മാനേജർ വിൽ ബി ഹാപ്പി ഇഫ് ഐ ഡു ദാറ്റ് വർക്ക് ഓൾസോ. ചില സമയത്ത് നമുക്ക് അസൈൻ ചെയ്തതിനേക്കാളും കൂടുതൽ ഡ്യൂട്ടീസ് നമ്മളങ്ങ് ചെയ്യാൻ നോക്കും. As being an assistant manager, we will think that if I take this decision, the manager will be happy or he will be satisfied by my work. അങ്ങനെ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ അത് തെറ്റാവാം, ചിലപ്പോൾ അത് മാനേജറിന് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. Then, next one is an indiscriminate delegation may create an imbalance in the organization since every subordinate may not have the same capacity and maturity. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മളുടെ അസിസ്റ്റൻസ് ആയിട്ടുള്ള എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യണമെന്ന്. സംടൈംസ് ദേ ഡോണ്ട് ഹാവ് ദ കാലിബർ ടു വർക്ക്, സംടൈംസ് ദേ ആർ നോട്ട് വില്ലിങ് ടു വർക്ക്. അങ്ങനെയുള്ള രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ചിലവർക്ക് താല്പര്യമായിരിക്കും വർക്ക് ചെയ്യാൻ, ചിലവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് ആയി വരാനും ചാൻസ് ഉണ്ട്. The next one is, if the delegation of authority is too rigid, then it may kill the initiative and creativity. ഭയങ്കരമായിട്ട് ഡെലിഗേറ്റ് ചെയ്തിട്ടൊരു ഭയങ്കര റിജിഡ് ആയിട്ടുള്ളൊരു ഡെലിഗേഷൻ മെത്തേഡ് ആണെങ്കിൽ ഒരിക്കലും അവർ ക്രിയേറ്റീവായിട്ടോ ഇന്നോവേറ്റീവായിട്ടോ സബോർഡിനേറ്റ്സ് ഒരിക്കലും പെരുമാറത്തില്ല. അതാണ് വേറൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. So these are the major techniques, the major problems faced in the delegation technique of ഡയറക്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ മെത്തേഡായ ഡെലിഗേഷനിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. സോ ദ സെക്കൻഡ് ടെക്നിക് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ ഡെസിഷൻ മേക്കിംഗ് ഇൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഡെലിഗേഷൻ അല്ലാതെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സൂപ്പർവിഷൻ. ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്താ? നമുക്കിപ്പോൾ എക്സാമിലൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ ആൾക്കാർ വരും. what it means, supervise means we just see if they are doing right things. അല്ല, ഇപ്പോൾ ഒരു എക്സാമിനേഴ്സ് അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് ചെയ്യുന്ന they are supervising or they are checking if there is any fraudulent activity or they are working as per or they are doing the papers well എന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു വർക്കറിന് ഒരു സൂപ്പർവൈസർ ഉള്ളപ്പോൾ വാട്ട് ഹി ഡൂസ് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാം പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സോ സൂപ്പർവിഷൻ ഇസ് എ മീൻസ് ടു ഓവർസീ ദ വർക്ക് പെർഫോം ബൈ ദ സബോർഡിനേറ്റ്സ് ചെയ്യുന്ന വർക്കിനെ ഓവർസീ ചെയ്യുക, അതിനെയാണ് supervision എന്ന് പറയാം. So it should be ensured that the work is performed as per the plans and guidelines. Every supervisor has to supervise the work of his subordinate. At operational level, supervision is the job of the manager. At operational level, നമുക്ക് വർക്കേഴ്സ് ഉണ്ട്, വർക്കേഴ്സിന് മേലെ അവർ നോക്കുന്ന ഒരു ആളാണ് മാനേജർ. അപ്പോൾ ഹിയർ ദ മാനേജർ വിൽ ബി ദ സൂപ്പർവൈസർ. ആ സൂപ്പർവൈസർ at the lower level remains in the touch with the workers. Always he will be in touch with the workers and he will tell the workers what to do, what not to do, how to do and why to do. എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ അഡ്വൈസുകളും കൊടുക്കുന്നത് ആരായിരിക്കും? ഇങ്ങനെയുള്ള മാനേജേഴ്സ് ആയിരിക്കും. ബിക്കോസ് ദേ വിൽ ബി ഹാവിങ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ വർക്കേഴ്സ് ഇൻ എവറി സ്റ്റേജസ് ഓഫ് ദെയർ ഓപ്പറേഷൻ. ദെൻ he guides them for doing the work, maintains discipline and work standards, and solves the grievances of the workers. Supervision at the different levels act as a directing authority. അതുകൊണ്ട് സൂപ്പർവിഷൻ പല പല ലെവൽസിലുള്ള സൂപ്പർവിഷൻ ഒരു ഡയറക്റ്റിംഗ് അതോറിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ് യൂസ്ഡ് ഓർ ദ സെക്കൻഡ് ടെക്നിക് യൂസ്ഡ് ഇൻ ഡയറക്റ്റിംഗ്. തേർഡ് വൺ ഇസ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഡെലിഗേഷനിലുള്ളതാണ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുക എന്നത്. സോ വാട്ട് ഈസ് മെൻ ബൈ ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് ചോദിച്ചാൽ ദ ഇഷ്യൂയിങ് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇസ് എസെൻഷ്യൽ ടു അണ്ടർടേക്ക് ദ വർക്ക് for achieving the organization goals. So no manager can get a work done without issuing orders and instructions to the subordinates orders കൊടുക്കാതെയോ ജസ്റ്റ് അവരോട് ഫ്രണ്ട്ലി പോയി പറഞ്ഞാലൊന്നും nobody will do. So issuing orders is very essential to make a worker do something. മാനേജറിന് എന്തെങ്കിലും വർക്കേഴ്സിനോട് ചെയ്യണമെങ്കിൽ they should give the instruction and they should issue orders to the subordinates. So according to this definition, the definition given by Coons and O'Donnell as a directional technique, an instruction is understood to be a charge or command by a superior requiring a subordinate to act or refrain from acting in certain situations or circumstances. അപ്പോൾ കൂൺസ് ആൻഡ് ഒഡനൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്
പറഞ്ഞിരിക്കുന്നത് എന്താ? എ ഡയറക്ഷണൽ ടെക്നിക്കാണ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ഇൻ വിച്ച് ദ മാനേജർ വിൽ ഡയറക്റ്റ് ഓർ കമാൻഡ്, എന്ത് ചെയ്യണം എന്നുള്ള കമാൻഡ് കൊടുക്കുന്നതാണ് ദ പ്രോസസ് കോൾ ഇഷ്യൂയിങ് ഓർഡേഴ്സ്. അപ്പോൾ അങ്ങനെ ഓർഡേഴ്സ് കൊടുക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, നമ്മൾ ഡയറക്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. ഇൻ വിച്ച് ദ സുപ്പീരിയർ റിക്വയർ എ സബോർഡിനേറ്റ് ടു ആക്ട് ആൻഡ് റിഫ്രെയിൻ ഫ്രം ആക്ടിങ്. ചിലപ്പോൾ ഒരു കാര്യം ആക്ട് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ചെയ്യാതിരിക്കാനായിരിക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പറയാം ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് instructions. And the orders and instructions are the primary tools of directing by means of which the activities are started, altered, guided and terminated. So while issuing an order, manager should be clear in his mind what he wants the subordinate to do and not to do. എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതും ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ. സോ എ ഗുഡ് ഓർഡർ എന്തെല്ലാം, ഒരു നല്ലൊരു ഓർഡറാണ് അല്ലെങ്കിൽ നല്ലൊരു കമാൻഡിന് എന്തെല്ലാം ഉണ്ടായിരിക്കണം, വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഓർഡർ എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ്. നമ്മൾ വർക്കേഴ്സ് ലെവലിലേക്ക് ആയിരിക്കും ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ വർക്കേഴ്സിന് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലെജിബിൾ ആയിരിക്കണം എപ്പോഴും ഇഷ്യൂ ചെയ്യുന്ന ഓർഡേഴ്സ്. ഇപ്പം ഒരു നോട്ടീസ് ബോർഡിലിടും, മിക്കവാറും ചെയ്യുന്നത് വെച്ചാൽ വർക്കേഴ്സിന് അറിയേണ്ട പല കാര്യങ്ങളെയും ഒരു ഓർഡറൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഒരു നോട്ടീസ് ബോർഡിലായിരിക്കാം. എല്ലാവർക്കും ഫാക്ടറി ഗേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ ഒരു നോട്ടീസ് ബോർഡിലായിരിക്കും ഇടുന്നത്. ഇപ്പോൾ നമുക്ക് കോവിഡ് സിറ്റുവേഷൻസ് വന്നിട്ട് പല ഫാക്ടറികളും വർക്ക് ചെയ്യുമ്പോൾ ദി വോണ്ട് ഗീവ് ദ ഓർഡേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഓരോ ഓർഗനൈസേഷനിലൊക്കെ അറിയിക്കണം. സോ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ഡിസ്പ്ലേ ഇറ്റ് ഇൻ എ ലാംഗ്വേജ് ലെജിബിൾ ബൈ ഓൾ ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഭാഷകളിൽ ആയിരിക്കും മെൻഷൻ ചെയ്തിടുന്നത്. നോട്ടീസ് ബോർഡിലും എല്ലാവരും കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ കോവിഡ് ഉണ്ട്, അതുകൊണ്ട് സാമൂഹിക അകലം പാലിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, വേറെ ഏത് ഓർഡേഴ്സ് ആണെങ്കിലും ക്ലിയർ ആയിരിക്കണം, അതേപോലെ ഈസിലി അണ്ടർസ്റ്റുഡബിൾ ആയിരിക്കണം. നെക്സ്റ്റ്, ദ ഓർഡർ ഷുഡ് ബി കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. എല്ലാ കാര്യങ്ങളും കൊണ്ട് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു ഓർഡർ പാസ് ചെയ്യുന്നത് ആര്, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പാസ് ചെയ്തു, നമ്മുടെ ഹയർ അതോറിറ്റീസ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ അണ്ടർ ദ ഓർഡർ ദർ വിൽ ബി എ സൈൻ, റെഫറൻസ് നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടായിരിക്കും, എന്ന് വരെയാണ് ഇത് ആക്റ്റീവായിട്ടുള്ളത് ഓർഡേഴ്സ്. അങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിരിക്കണം ഇൻ ആൻ ഓർഡർ. ഇറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് ഡൗട്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ ഓർ ദ സബോർഡിനേറ്റ് ഒന്നിനും ഡൗട്ട് വരരുത്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണോ എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യാവോ അത് ചെയ്യാവോ അങ്ങനെ ഒരു ഡൗട്ട്സ് ഒരിക്കലും സബോർഡിനേറ്റ്സ് നിൽക്കരുത്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ, എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ബി കമ്പാക്റ്റബിൾ വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷനെ എല്ലാ ഒബ്ജക്റ്റീവ്സുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലായിരിക്കണം these orders. Then there should be specific instruction as to the time by which the order should be executed or completed. ചില ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് ഇത് മെൻഷൻഡ് ആയിരിക്കും. ചിലപ്പോൾ ഇന്ന് പ്രാക്ടിക്കലാക്കേണ്ട ഒരു ഓർഡർ ആയിരിക്കും, അടുത്ത ദിവസം തൊട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാ ഓർഡേഴ്സും അതിൻ്റെ ഡേറ്റും ടൈം അടക്കം മെൻഷൻഡ് ആയിരിക്കണം. Then the order should be so conveyed that it stimulate the ready acceptance. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓർഡേഴ്സ്, അല്ലാതെ ചുമ്മാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും ഓർഡേഴ്സ് ആകരുത്. നെക്സ്റ്റ്, ദ ഓർഡർ ഷുഡ് പ്രിഫറബിളി ബി ഇൻ റൈറ്റിംഗ്. എപ്പോഴും എഴുത്തിലായിരിക്കണം, നമ്മൾ എഴുതി വയ്ക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഓർഡേഴ്സ് ഉണ്ടാവേണ്ടത്. Then the order should be conveyed through proper chain of command and it should also contain the reasons for issuing it. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ കാരണം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായിരിക്കണമെന്ന് എഴുതി വയ്ക്കുമ്പോൾ ആ ഓർഡറിൽ ഉണ്ടായിരിക്കണം ഇത് ഗവൺമെൻറ്റിൻ്റെ ആണ്, ഫോർ സേഫ്റ്റി മെഷേഴ്സ് ആണ് എന്നതെല്ലാം മെൻഷൻഡ് ആയിരുന്നു എവിടെ നമ്മൾ നോക്കിയാലും. അതേപോലെ തന്നെ ഏത് ഓർഡർ പാസ് ചെയ്യുമ്പോഴും അതിനൊരു ബേസിസും കൂടെ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സ് ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഡൗട്ട് തരും. അപ്പോൾ ഡൗട്ട് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യേണ്ടതും ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്യേണ്ടതും. സോ ദീസ് ആർ ദ ത്രീ മേജർ ടെക്നിക്സ് യൂസ് ഫോർ ഡയറക്റ്റിംഗ്. കൂടാതെ ഫസ്റ്റ് വൺ ഇസ് ഡെലിഗേഷൻ, സെക്കൻഡ് സൂപ്പർവിഷൻ ആൻഡ് തേർഡ് വൺ ഇസ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. സോ നമ്മൾ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് ഡേ തൊട്ട് നമ്മൾ ഡയറക്റ്റിംഗ് എന്താണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഇൻ ഓർഗനൈസേഷൻ, ഹൗ വി ക്യാൻ ഡയറക്റ്റ് എ പീപ്പിൾ, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ആൻഡ് ടുഡേ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദ മേജർ ടെക്നിക്സ് ഓഫ് ഡയറക്റ്റിംഗ് മെത്തേഡ്സും പറഞ്ഞു. എന്ന് വെച്ചാൽ മെത്തേഡ്സ് മീൻസ് ദ പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ് പറഞ്ഞു, എങ്ങനെ വരും, അങ്ങനെ അവസാനം കോർഡിനേഷൻ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദി ടെക്നിക്സ്, എന്തെല്ലാം ടെക്നിക്സ് ഉപയോഗിക്കും. അതിലാണ് ഡെലിഗേഷനും അതുപോലെ സൂപ്പർവിഷനും
ആൻഡ് ഓൾസോ ദ ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. സോ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മളുടെ ഈ ചാപ്റ്ററും എൻഡ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ഡേ വി വിൽ ഡീൽ വിത്ത് ദ അതർ പോർഷൻസ്, ദാറ്റ് ഈസ് ദ കൺട്രോളിങ്, കോർഡിനേഷൻ, അതെല്ലാം ഇനിയുള്ള നിങ്ങളുടെ പോർഷൻ പെൻഡിങ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി ഈസ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സുകളെല്ലാം കാണാതിരിക്കരുത്, അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരിക. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി മെസ്സേജ് ദാറ്റ്, സോ ഐ ക്യാൻ ക്ലിയർ യുവർ ഡൗട്ട്സ് ആൻഡ് ഗിവ് യു ബെറ്റർ നോട്ട്സ്. Okay, so thank you. Have a nice day.